അപ്പോഴേ സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടിപൊളി ഒരു ഷാമ്പൂ ഉണ്ടാക്കാൻ ഷിക്കക്കായി വെച്ചിട്ട്, അതായത് ഷിക്കക്കായി മുടി കൊഴിച്ചലിന് മുടി നന്നായി വളരാനൊക്കെ വെച്ചിട്ടാ. പിന്നെ നമ്മുടെ ഒരു മൈക്കില്ല, അത് കാരണം സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക, എല്ലാവർക്കും മനസ്സിലാവുന്ന സൗണ്ടിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിക്കക്കായി വെച്ചിട്ടാണ് ഷാമ്പൂ ഉണ്ടാക്കാൻ പോകുന്നത്. ഷിക്കക്കായുടെ പൊടി, പിന്നെ നമ്മൾ ചെമ്പരത്തിയുടെ പൂവ്, ചെമ്പരത്തിയുടെ പൊടി, അതായത് ചെമ്പരത്തി പൂവ് ഉണക്കി പൊടിച്ചത്, പിന്നെ നമ്മുടെ മഞ്ചിഷ്ടയുടെ കഷ്ണങ്ങൾ, അതായത് മഞ്ചിഷ്ട നമ്മുടെ വേരിൻ്റെ കഷ്ണങ്ങളുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷാമ്പു, അടിപൊളി ഷാമ്പു ഉണ്ടാക്കണം. ഹെർബൽ ഷാമ്പു ആണ്. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട്. അധികം റേറ്റ് ഒന്നും വരില്ല, ചെറിയ റേറ്റിന് നിങ്ങൾക്ക് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പുവിൻ്റെ ബേസ്, അതേപോലെ ഷാമ്പു ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അതേപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, സോപ്പിൻ്റെ ഫ്രാഗ്രൻസ്, കളറുകൾ, അതേപോലെ ഏത് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കൊറിയർ വഴി അയച്ചു തരാനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷിക്കക്കായിര പൊടി എന്ന് പറയുന്നത് ഈ സാധനം കേട്ടോ, നമ്മൾ മേടിക്കുന്നതാണ് ഷിക്കക്കായിര പൊടി. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ കുറച്ച് ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് മഞ്ചിഷ്ട. അപ്പോൾ നമ്മളത് എങ്ങനെ എടുക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെടുത്തേക്കണത് ഒരു 200 ഗ്രാം വെയിറ്റ് വേണ്ട ഒരു ടംബ്ലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 4 ടംബ്ലർ നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മൈക്കില്ലാത്ത തന്നെ ഞാൻ അധികം പറയുന്നില്ല, നിങ്ങൾ വേഗം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കും കേട്ടോ. 4 ടംബ്ലർ നമ്മൾ ഏത് പാത്രം നമ്മൾ എടുക്കുന്ന വെച്ചാൽ അതിൽ 4 പാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 2 പാത്രമായിട്ട് വറ്റിക്കണം കേട്ടോ. ഷിക്കക്കായിര പൊടി നമ്മൾ ഇതിലൊരു അരപ്പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു 100 ഗ്രാം ഷിക്കക്കായിര പൊടി എടുക്കുന്നുണ്ട്. ഓക്കെ, 100 ഗ്രാം കേട്ടോ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ഈ ഷിക്കക്കായിര പൊടി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളതിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി, ഇത് നമ്മൾ ചെമ്പരത്തിയുടെ പൂ കേട്ടോ. നമ്മളതിൽ മഞ്ചിഷ്ടര വേരുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ട് ഈ പൊടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മളിനി നന്നായി ചൂടാക്കിയിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. നമ്മളിനി 2ആയിട്ട് വറ്റിച്ചെടുക്കണം. അതായത് 4 ഗ്ലാസ് ഒഴിച്ചപ്പോൾ അതിന് 2 ഗ്ലാസ്സായി വറ്റിച്ചെടുക്കാം കേട്ടോ. ഓണാക്കിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി വറ്റിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ റെഡി ചെയ്തിട്ട് തിളച്ചിട്ട് പകുതിയായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നാവില്ല കേട്ടോ. നമ്മൾ കഷായം ഉണ്ടാക്കണ പോലെ നന്നായി വറ്റിച്ചെടുത്താണ് കേട്ടോ. 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അളവ് പാത്രത്തിലെടുക്കാം. നമ്മൾ എടുത്ത പോലെ 2 പാത്രം എന്തോരം ഉണ്ട് നോക്കാം. നമ്മൾ 4 എടുത്തത്. 1 കറക്റ്റ് 2. ഓക്കെ, 200 മില്ലിയുടെ 4 വെച്ചത്. അപ്പോൾ നമ്മൾ 400 മില്ലി. അപ്പോൾ നമ്മൾ 400 മില്ലി ഉണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചാൽ നമുക്ക് ഷാമ്പു ഉണ്ടാക്കാം. അതിന് തണുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിക്കും. അപ്പോൾ നമുക്ക് ഷാമ്പു ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. നോക്കാം, ഇത് നമുക്ക് തിക്കാക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഈ പാത്രം, അളവ് പാത്രം മാറണ്ട. അതിലൊരു 150 ഗ്രാം നമ്മൾ എനിക്ക് ഷാമ്പുവിൻ്റെ ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. ഇത് സീക്രട്ടാണ്. നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. ഞാൻ നമുക്ക് പറഞ്ഞുതരാം ഇതെന്തിട്ട് ചേർക്കണേന്ന്. ഇതിട്ടിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കരുത്. നന്നായി ഇളക്കിയ പത വരും. പതുക്കെ ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുടിക്കൊക്കെ നല്ല ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷാമ്പു പതുക്കെ കട്ടിയാവും. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് കട്ടിയെടുക്കുക, അവസാനിപ്പിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഷാമ്പു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ ബേസ് തന്നെയാണ് കേട്ടോ. ഇളക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ. അധികം കട്ടിയാക്കണ്ട. നമ്മൾ ഷാമ്പുവിന് ഒരു കട്ടി ഉണ്ടാവില്ലേ, ആ കട്ടിയിൽ pH ഒക്കെ ചെക്ക് ചെയ്ത് കാണിച്ചാൽ നമുക്ക് എത്ര വരുന്നത്. pH ഒക്കെ 5 ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഷാമ്പുവിന് നല്ല കട്ടിയുണ്ട്. നമുക്ക് ഈ കട്ടി മതിട്ടാ. ഓക്കെ, അതെ വേണ്ട. ഇനി നമുക്ക് എനിക്ക് വൈറ്റമിൻ ഇ ചേർക്കാം. വൈറ്റമിൻ ഇ ഒരു 5 ഡ്രോപ്സ് ചേർത്തു കേട്ടോ. 5 ഡ്രോപ്പ് ചേർത്തുണ്ട് കേട്ടോ. നല്ല പതിൻ്റെ ഔട്ടത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് പറഞ്ഞ് തന്നുള്ളൂ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ.
അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഞാൻ നമുക്ക് അയച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി നമ്മളെനിക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഒരു 2-3 ഗ്രാം ചേർക്കേണ്ടി വരും കേട്ടോ, നല്ല സ്മെല്ലുണ്ടാവുള്ളൂ. ഇതാട്ടോ നമ്മുടെ കുപ്പി. ഇതിൽ നമുക്ക് എത്ര ഗ്രാം കയറി നോക്കാം. ഓക്കെ, ഇപ്പോൾ 200 ഗ്രാം കേട്ടോ നമ്മുടെ ഈ കുപ്പി. ഇപ്പോൾ 200 ഗ്രാം കേട്ടോ നമ്മുടെ ഒരു ബോട്ടിൽ. കാക്കൈ ഷാമ്പു റെഡി ആയിട്ട് കേട്ടോ. കാക്കൈ ഷാമ്പു മുടി വളർച്ചയ്ക്ക് ബെസ്റ്റ് സാധനം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാം. അതുപോലെ നിങ്ങൾക്ക് അതിലൊരു സംശയമുള്ളൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. pH ടെസ്റ്റ് ചെയ്യുന്ന പേപ്പർ ഉണ്ടാകുമ്പോൾ കണ്ടോ, 6-നും 5-നും ഇടയിൽ കണ്ടില്ലേ, 5-6-നും ഇടയിൽ കേട്ടോ. മഞ്ഞല്ല ചുവപ്പില്ല കളറിൽ.